നമസ്കാരം. പട്ടികവിഭാഗ ജനതയ്ക്കിടയിൽ ഉപജാതി സംവരണം നടപ്പിലാക്കണം, സാമ്പത്തിക മാനദണ്ഡം കൊണ്ടുവരണം എന്ന നിലയിലുള്ള സുപ്രീം കോടതി വിധിയെ നിരാകരിച്ചുകൊണ്ടുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനത്തെ APDF അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറം സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിലെ മുഴുവൻ അടിസ്ഥാന ജനവിഭാഗ ജനതയും ഈയൊരു കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഒരു ജനതയെ ഉന്മൂലനം ചെയ്യാൻ മാത്രം ശക്തമായ ഒരു നിലപാടാണ് സുപ്രീം കോടതി ഈ ഒരു സംവരണ വിഷയത്തിൽ എടുത്തത്. എന്തായാലും ആ വിധി ഇറങ്ങി ഒട്ടും വൈകാതെ തന്നെ വിധിക്കെതിരെ പാർലമെൻറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ട സംഘടനയാണ് APDF. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളുടെ MP-മാർ തന്നെ പ്രധാനമന്ത്രിയെ കണ്ട് ഈ വിധി നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെടുകയും സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു ശക്തമായ വിയോജിപ്പ് ആ ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നും, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിലുള്ള പാർലമെൻറ്റ് അംഗങ്ങളിൽ നിന്ന് തന്നെ വരുന്നത് ഭാവിയിലുണ്ടാക്കാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആവണം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ ആ ഒരു വിധിയെ തള്ളിക്കളഞ്ഞത്. ആ തീരുമാനത്തെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. APDF കഴിഞ്ഞ 2 വർഷമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ സ്റ്റൈപ്പൻഡും ലംസം ഗ്രാൻഡും പോക്കറ്റ് മണിയും ഫീസും അടക്കം നൽകുന്ന ഗ്രാൻഡ് സംവിധാനം, ആ സംവിധാനത്തിൽ സാമ്പത്തിക മാനദണ്ഡം തിരികെ കയറ്റിക്കൊണ്ട്, അതും 2.5 ലക്ഷം രൂപ മാത്രം വാർഷിക വരുമാനം എന്ന നിലയിൽ ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാന പരിധി നിശ്ചയിച്ചുകൊണ്ട് അതിന് താഴെയുള്ളവർക്ക് മാത്രം ഗ്രാൻഡ് സംവിധാനത്തിൻ്റെ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഒരു നിയമം 2021 മാർച്ചിൽ കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ വകുപ്പ് പുറപ്പെടുവിച്ചപ്പോൾ അതിനടുത്ത നാളുകൾ മുതൽ തന്നെ ആ ഒരു നിയമത്തിനെതിരെ ശബ്ദമുയർത്തുകയും ഈ അടിസ്ഥാന ജനതയെ മുഴുവൻ ബാധിക്കുന്ന ആ ഗ്രാൻഡ് സംവിധാനത്തിൽ പാടെ മാറ്റം വരുത്തണമെന്നും സാമ്പത്തിക മാനദണ്ഡം എടുത്തു മാറ്റണമെന്നും, കാരണം അത് സാമൂഹ്യ പ്രാതിനിധ്യത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ സംവരണത്തിന് ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന സംവരണത്തിന് എതിരാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് APDF അങ്ങനൊരു ആവശ്യം ഉന്നയിച്ചത്. മുൻപ് പറഞ്ഞ സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത, കേന്ദ്ര മന്ത്രിസഭ എടുത്ത തീരുമാനം, അതുപോലെ തന്നെ ഗ്രാൻഡ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ ജനവിഭാഗത്തിലെ കുട്ടികൾ അനുഭവിക്കുന്ന യാതനകളൊക്കെ ആ വിഷയങ്ങളിൽ APDFൻ്റെ നിലപാടിനെ പറ്റിയൊക്കെ വളരെ വിശദമായി ഹിന്ദു ദിനപത്രമടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്തകളായി വരികയും APDFൻ്റെ വിദ്യാർത്ഥി സംഘടനയായ അംബേദ്കർ പ്രോഗ്രസീവ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ നേതാക്കളുമായി ഇൻ്റർവ്യൂ നടത്താൻ മനസ്സ് കാണിക്കുകയും അവർ ഇൻ്റർവ്യൂകൾ ഹിന്ദു പത്രത്തിൽ വരാൻ സാഹചര്യമുണ്ടാവുകയും ചെയ്തതിൽ നിന്നും ഈ വിഷയങ്ങളിൽ APDFൻ്റെ നിലപാടെന്താണെന്ന് വ്യക്തമാണ്. APDFൻ്റെ നിലപാട് എത്രത്തോളം അംഗീകരിക്കപ്പെടുന്നു എന്നതിന് തെളിവാണ്. ലംസം ഗ്രാൻഡും സ്റ്റൈപ്പൻഡും ഫീസും അടക്കം എല്ലാ തുകയും കുട്ടികളുടെ അക്കൗണ്ടിൽ എത്തുന്നു എന്ന് പറയുകയും, എന്നാൽ പലരുടെ അനുഭവങ്ങളിലും അത് എത്താതിരിക്കുകയും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോട്ടിഫിക്കേഷൻ വരികയും, എന്നാൽ മാത്രം 1 വർഷത്തിലധികം സമയം കഴിഞ്ഞിട്ടും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയാണ് പല കുട്ടികൾക്കുമുള്ളത്.
അതിൻ്റെ പേരിൽ കുട്ടികൾ കോളേജ് അധികൃതരുടെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുകയും അവഹേളിക്കപ്പെടുകയും അവരുടെ വിദ്യാഭ്യാസ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും TC കൊടുക്കാതിരിക്കുക, പരീക്ഷയ്ക്ക് ഇരുത്താതിരിക്കുക, സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുക, ഹൗസ് റെൻസി അനുവദിക്കാതിരിക്കുക, ആ രീതിയിലുള്ള ഈ ഗ്രാൻഡ് വിതരണം മാറ്റണമെന്നും പഴയ രീതിയിൽ തന്നെ സാമ്പത്തിക മാനദണ്ഡം ഈ ഗ്രാൻഡ് സംവിധാനത്തിൽ നിന്നും എടുത്തു മാറ്റുകയും ഒപ്പം ഈ ഗ്രാൻഡ് വിതരണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം. അതായത് കുട്ടികൾക്ക് കൊടുക്കേണ്ട ലംസം ഗ്രാൻഡ്, പോക്കറ്റ് മണി, സ്റ്റൈബൻഡൊക്കെ അവർക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുകയും മാനേജ്മെൻറ്റുകൾക്ക് നൽകേണ്ട ഫീസ് അടക്കമുള്ള തുകകൾ മാനേജ്മെൻറ്റിന് നേരിട്ട് നൽകുകയും ചെയ്യുന്നൊരു സംവിധാനം പണ്ട് അങ്ങനെയായിരുന്നു. ആ ഒരു സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നുമാണ് PDF ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂലൈ 31 രാജ്ഭവൻ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു. വയനാട് ദുരന്തത്തെ തുടർന്ന് ആ തീരുമാനം മാറ്റേണ്ടി വന്നു. അങ്ങനെ മാറ്റിവെച്ച രാജ്ഭവൻ മാർച്ച് സെപ്റ്റംബർ 2 നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ രാജ്ഭവൻ മാർച്ചും തുടർന്ന് ഈ ഒരു വിഷയം പരിഹരിക്കപ്പെടുന്നതുവരെ APDF നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു.